ശമൂവേലിന്റെ 1-ാം പുസ്തകം 20-ാം അധ്യായം. ദാവീദ് രാമയിലെ നയോത്തിൽ നിന്ന് ഓടി യോനാഥാന്റെ അടുക്കൽ വന്നു. ഞാൻ എന്തു ചെയ്തു? എന്റെ കുറ്റം എന്ത്? നിന്റെ അപ്പൻ എന്നെ കൊല്ലുവാൻ അന്വേഷിക്കേണ്ടതിന് അവനോട് ഞാൻ ചെയ്ത പാപം എന്ത് എന്ന് ചോദിച്ചു. അവൻ അവനോട്, അങ്ങനെ ഭവിക്കരുതേ, നീ മരിക്കയില്ല. എന്റെ അപ്പൻ എന്നെ അറിയിക്കാതെ വലുതോ ചെറുതോ യാതൊന്നും ചെയ്യുവാറില്ല. പിന്നെ ഈ കാര്യം എന്നെ മറപ്പാൻ സംഗതി എന്ത്? അങ്ങനെ വരികയില്ല എന്ന് പറഞ്ഞു. ദാവീദ് പിന്നെയും അവനോട്, എന്നോട് നിനക്ക് പ്രിയമാകുന്നുവെന്ന് നിന്റെ അപ്പൻ നല്ലവണ്ണം അറിയുകയാൽ യോനാഥാൻ ദുഃഖിക്കാതിരിക്കേണ്ടതിന് അവൻ ഇത് ഗ്രഹിക്കരുത് എന്ന് അവൻ വിചാരിക്കുന്നു. എന്നാൽ യഹോവയാണ് നിന്നാണേ, എനിക്കും മരണത്തിനും മധ്യ ഒരടി അകലം മാത്രമേ ഉള്ളൂ എന്ന് സത്യം ചെയ്തു. അപ്പോൾ യോനാഥാൻ ദാവീദിനോട്, നിന്റെ ആഗ്രഹം എന്ത്? ഞാൻ അത് ചെയ്തു തരുമെന്ന് പറഞ്ഞു. ദാവീദ് യോനാഥാനോട് പറഞ്ഞത്, നാളെ അമാവാസ്യയാകുന്നു. ഞാനും രാജാവിനോട് കൂടെ പന്തിഭോജനം തിരിക്കേണ്ടതല്ലോ. എങ്കിലും മറ്റന്നാൾ വൈകുന്നേരം വരെ വയലിൽ ഒളിച്ചിരിപ്പാൻ എനിക്ക് അനുവാദം തരണം. നിന്റെ അപ്പൻ എന്നെ കാണാഞ്ഞിട്ട് അന്വേഷിച്ചാൽ ദാവീദ് സ്വന്തം പട്ടണമായ ബേത്ലഹേമിലേക്ക് ഒന്ന് പോയി വരേണ്ടതിന് എന്നോട് താല്പര്യമായി അനുവാദം ചോദിച്ചു. അവൻ്റെ കുലത്തിനെല്ലാം അവിടെ വർഷാന്തര യാഗം ഉണ്ട് എന്ന് ബോധിപ്പിക്കണം. കൊള്ളാമെന്ന് അവൻ പറഞ്ഞാൽ അടിയൻ ശുഭം, അല്ല കോപിച്ചാൽ അവൻ ദോഷം നിർണയിച്ചിരിക്കുന്നു എന്ന് അറിഞ്ഞുകൊള്ളണം. എന്നാൽ അങ്ങുന്ന് അടിയനോട് ദയ ചെയ്യണം. അടിയനുമായി യഹോവയെ സാക്ഷിയാക്കി സഖ്യത ചെയ്തിട്ടുണ്ടല്ലോ. വല്ല കുറ്റവും എന്നിലുണ്ടെങ്കിൽ അങ്ങുന്ന് തന്നെ എന്നെ കൊല്ലുക. അപ്പൻ്റെ അടുക്കൽ എന്നെ കൊണ്ടുപോകുവാൻ എന്തോരാവശ്യം? അതിന് യോനാഥാൻ, അങ്ങനെ നിനക്ക് വരാതിരിക്കട്ടെ. എൻ്റെ അപ്പൻ നിനക്ക് ദോഷം വരുത്തുവാൻ നിർണയിച്ചിരിക്കുന്നു എന്ന് ഞാൻ അറിഞ്ഞാൽ നിന്നെ അറിയിക്കാതിരിക്കുമോ എന്ന് പറഞ്ഞു. ദാവീദ് യോനാഥാനോട്, നിന്റെ അപ്പൻ നിന്നോട് കഠിനമായ ഉത്തരം പറഞ്ഞാലോ അതാരെന്നെ അറിയിക്കും എന്ന് ചോദിച്ചു. യോനാഥാൻ ദാവീദിനോട്, വരിക, നമുക്ക് വയലിലേക്ക് പോകാം എന്ന് പറഞ്ഞു. അവർ ഇരുവരും വയലിലേക്ക് പോയി. പിന്നെ യോനാഥാൻ ദാവീദിനോട് പറഞ്ഞത്, ഇസ്രായേലിന്റെ ദൈവമായ യഹോവ സാക്ഷി, നാളെ ഈ നേരത്തോ മറ്റന്നാളോ എൻ്റെ അപ്പൻ്റെ അന്തർഗതം അറിഞ്ഞ് നിനക്ക് ഗുണമെന്ന് കണ്ടാൽ ഞാൻ ആളയച്ച് നിന്നെ അറിയിക്കാതിരിക്കുമോ? എന്നാൽ നിന്നോട് ദോഷം ചെയ്യുവാനാകുന്നു എൻ്റെ അപ്പൻ ഭാവിക്കുന്നതെങ്കിൽ ഞാൻ അത് നിന്നെ അറിയിച്ച് നീ സമാധാനത്തോടെ പോകേണ്ടതിന് നിന്നെ പറഞ്ഞയക്കാതിരുന്നാൽ യഹോവ യോനാഥാനോട് തക്കവണ്ണവും അധികവും ചെയ്യട്ടെ. യഹോവ തൻ്റെ അപ്പനോട് കൂടെ ഇരുന്നതുപോലെ നിന്നോടുകൂടിയും ഇരിക്കുമാറാകട്ടെ. ഞാൻ ഇനി ജീവനോടിരിക്കുകയാകുന്നു എങ്കിൽ ഞാൻ മരിക്കാതെ വണ്ണം യഹോവയുടെ ദയ നീ കാണേണ്ടതിന് എന്നോട് മാത്രമല്ല എൻ്റെ ഗ്രഹത്തോട് നിന്റെ ദയ ഒരിക്കലും അറ്റുപോകരുത്. യഹോവ ദാവീദിന്റെ ശത്രുക്കളെ ഒട്ടൊഴിയാതെ ഭൂതലത്തിൽ നിന്ന് ഛേദിച്ചു കളയും കാലത്ത് അറ്റുപോകരുത്. ഇങ്ങനെ യോനാഥാൻ ദാവീദിന്റെ ഗ്രഹത്തോട് സഖ്യത ചെയ്തു. ദാവീദിന്റെ ശത്രുക്കളോട് യഹോവ ചോദിച്ചുകൊള്ളും. യോനാഥാൻ സ്വന്തം പ്രാണനെ പോലെ ദാവീദിനെ സ്നേഹിക്കയാൽ തന്നോടുള്ള സ്നേഹത്തെ ചൊല്ലി അവനെ കൊണ്ട് പിന്നെയും സത്യം ചെയ്യിച്ചു. പിന്നെ യോനാഥാൻ ദാവീദിനോട് പറഞ്ഞത്, നാളെ അമാവാസിയാകുന്നുവല്ലോ. നിന്റെ ഇരിപ്പിടം ഒഴിഞ്ഞിരിക്കുമ്പോൾ നീ ഇല്ലെന്ന് കാണും. 3 ദിവസം കഴിഞ്ഞിട്ട് കാര്യം നടന്ന് അന്ന് നീ ഒളിച്ചിരുന്ന സ്ഥലത്തേക്ക് വേഗത്തിൽ ഇറങ്ങി വന്ന് ഏസർ കല്ലിൻ്റെ അരികെ താമസിക്കണം. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു വശത്ത് ഒരു ലാക്കിന് എയ്യുന്ന ഭാവത്തിൽ 3 അമ്പ് എയ്യും. നീ ചെന്ന് അമ്പ് നോക്കി എടുത്തുകൊണ്ട് വരിക എന്ന് പറഞ്ഞ് ഒരു ബാല്യക്കാരനെ അയക്കും. അമ്പുകൾ നിന്റെ ഇപ്പുറത്ത് ഇതാ എടുത്തുകൊണ്ട് വരിക എന്ന് ഞാൻ ബാല്യക്കാരനോട് പറഞ്ഞാൽ നീ അവ എടുത്തുകൊണ്ട് വരിക. യഹോവയാണ്, നിനക്ക് ശുഭമല്ലാതെ മറ്റൊന്നും വരികയില്ല. എന്നാൽ ഞാൻ ബാല്യക്കാരനോട് അമ്പ് നിന്റെ അപ്പുറത്ത് അതാ എന്ന് പറഞ്ഞാൽ നിന്റെ വഴിക്ക് പൊയ്ക്കൊള്ളുക. യഹോവ നിന്നെ പറഞ്ഞയച്ചിരിക്കുന്നു. ഞാനും നീയും തമ്മിൽ പറഞ്ഞിരിക്കുന്ന കാര്യത്തിലോ യഹോവ എനിക്കും നിനക്കും മധ്യേ എന്നേക്കും സാക്ഷി. ഇങ്ങനെ ദാവീദ് വയലിൽ ഒളിച്ചു. അമാവാസ്യയായപ്പോൾ രാജാവ് പന്തിഭോജനത്തിനിരുന്നു. രാജാവ് പതിവ് പോലെ ചുവരിനരികെയുള്ള തൻ്റെ ആസനത്തിന്മേലിരുന്നു. യോനാഥാൻ എഴുന്നേറ്റ് നിന്ന് അബ്നേർ ശൗലിന്റെ അരികെ ഇരുന്നു. ദാവീദിന്റെ സ്ഥലമോ ഒഴിഞ്ഞു കിടന്നു. അന്ന് ശൗൽ ഒന്നും പറഞ്ഞില്ല. അവൻ എന്തോ ഭവിച്ചു, അവന് ശുദ്ധിയില്ലാതിരിക്കും, അതെ, അവന് ശുദ്ധിയില്ല എന്ന് അവൻ വിചാരിച്ചു. അമാവാസ്യയുടെ പിറ്റന്നാളും ദാവീദിന്റെ സ്ഥലം ഒഴിഞ്ഞു കിടന്നു. ശൗൽ തന്റെ മകനായ യോനാഥാനോട്, ഇശായിയുടെ മകൻ ഇന്നലെയും ഇന്നും പന്തിഭോജനത്തിന് വരാതിരിക്കുന്നത് എന്ത് എന്ന് ചോദിച്ചു. യോനാഥാൻ ശൗലിനോട്, ദാവീദ് ബേത്ലഹേമിൽ പോകുവാൻ എന്നോട് താല്പര്യമായി അനുവാദം ചോദിച്ചു. ഞങ്ങളുടെ കുലത്തിന് പട്ടണത്തിൽ ഒരു യാഗമുള്ളതുകൊണ്ട് എന്നെ വിട്ടയക്കണമേ. എൻ്റെ ജ്യേഷ്ഠൻ തന്നെ എന്നോട് കൽപ്പിച്ചിരിക്കുന്നു. ആകയാൽ നിനക്ക് എന്നോട് കൃപയുണ്ടെങ്കിൽ ഞാൻ എൻ്റെ സഹോദരന്മാരെ ചെന്ന് കാണുവാൻ അനുവദിക്കണമേ എന്ന് പറഞ്ഞു. അതുകൊണ്ടാകുന്നു അവൻ രാജാവിൻ്റെ പന്തിഭോജനത്തിന് വരാതിരിക്കുന്നത് എന്ന് ഉത്തരം പറഞ്ഞു.
അപ്പോൾ ശൗലിന്റെ കോപം യോനാഥാന്റെ നേരെ ജ്വലിച്ചു. അവനോട്, വക്രതയും ദുഷാഠ്യവും ഉള്ളവരുടെ മകനെ, നിന്റെ സ്വന്തം ലജ്ജയ്ക്കും നിന്റെ അമ്മയുടെ നഗ്നതയുടെ ലജ്ജയ്ക്കുമായി നീ ഇശായിയുടെ മകനോട് കൂടിയിരിക്കുന്നു എന്ന് എനിക്ക് അറിഞ്ഞുകൂടെയോ? ഇശായിയുടെ മകൻ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന കാലത്തൊരിക്കലും നീ നിന്റെ രാജ്യത്വവും ഉറക്കിയില്ല. ഉടനെ ആളയച്ച് അവനെ എൻ്റെ അടുക്കൽ വരുത്തുക, അവൻ മരണയോഗ്യനാകുന്നു എന്ന് പറഞ്ഞു. യോനാഥാൻ തൻ്റെ അപ്പനായ ശൗലിനോട്, അവനെ എന്തിനു കൊല്ലുന്നു? അവൻ എന്ത് ചെയ്തു എന്ന് ചോദിച്ചു. അപ്പോൾ ശൗൽ അവനെ കൊല്ലുവാൻ അവൻ്റെ നേരെ കുന്തം ചാട്ടി. അതിനാൽ തൻ്റെ അപ്പൻ ദാവീദിനെ കൊല്ലുവാൻ നിർണയിച്ചിരിക്കുന്നു എന്ന് യോനാഥാൻ അറിഞ്ഞു. യോനാഥാൻ അതികോപത്തോടെ പന്തിഭോജനത്തിൽ നിന്ന് എഴുന്നേറ്റു. അമാവാസിയുടെ പിറ്റേന്നാൾ ഭക്ഷണം ഒന്നും കഴിച്ചതുമില്ല. തൻ്റെ അപ്പൻ ദാവീദിനെ അപമാനിച്ചതുകൊണ്ട് അവനെക്കുറിച്ച് അവൻ വ്യസനിച്ചിരുന്നു. പിറ്റേന്നാൾ രാവിലെ ദാവീദുമായി നിശ്ചയിച്ചിരുന്ന സമയത്ത് യോനാഥാൻ ഒരു ചെറിയ ബാല്യക്കാരനോട് കൂടെ വയലിലേക്ക് പോയി. അവൻ തൻ്റെ ബാല്യക്കാരനോട് ഓടിച്ചെന്ന്, ഞാൻ എറിയുന്ന അമ്പ് എടുത്തുകൊണ്ട് വരുക എന്ന് പറഞ്ഞു. ബാല്യക്കാരൻ ഓടുമ്പോൾ അവൻ്റെ അപ്പുറത്തേക്ക് ഒരു അമ്പ് എയ്തു. യോനാഥാൻ എയ്ത അമ്പ് വീണെടുത്ത് ബാല്യക്കാരൻ എത്തിയപ്പോൾ യോനാഥാൻ ബാല്യക്കാരനോട്, അമ്പ് നിന്റെ അപ്പുറത്തല്ലയോ എന്ന് വിളിച്ചു പറഞ്ഞു. പിന്നെയും യോനാഥാൻ ബാല്യക്കാരനോട്, ബന്ധപ്പെട്ട് ഓടി വരിക, നിൽക്കരുത് എന്ന് വിളിച്ചു പറഞ്ഞു. യോനാഥാന്റെ ബാല്യക്കാരൻ അമ്പുകളെ പെറുക്കി യജമാനന്റെ അടുക്കൽ കൊണ്ടുവന്നു. എന്നാൽ യോനാഥാനും ദാവീദുമല്ലാതെ ബാല്യക്കാരൻ കാര്യമൊന്നും അറിഞ്ഞില്ല. പിന്നെ യോനാഥാൻ തൻ്റെ ആയുധങ്ങളെ ബാല്യക്കാരൻ്റെ പക്കൽ കൊടുത്തു. പട്ടണത്തിലേക്ക് കൊണ്ടുപോക എന്ന് പറഞ്ഞു. ബാല്യക്കാരൻ പോയ ഉടനെ ദാവീദ് തെക്കുവശത്തു നിന്ന് എഴുന്നേറ്റ് വന്ന് 3 പ്രാവശ്യം സാഷ്ടാംഗം വീണ് നമസ്കരിച്ചു. അവർ തമ്മിൽ ചുംബനം ചെയ്തു കരഞ്ഞു. ദാവീദ് ഉച്ചത്തിൽ കരഞ്ഞുപോയി. യോനാഥാൻ ദാവീദിനോട്, യഹോവ എനിക്കും നിനക്കും എൻ്റെ സന്തതിക്കും നിന്റെ സന്തതിക്കും മധ്യേ എന്നേക്കും സാക്ഷി എന്നിങ്ങനെ നാം ഇരുവരും യഹോവയുടെ നാമത്തിൽ സത്യം ചെയ്തിരിക്കൊണ്ട് സമാധാനത്തോടെ പോക എന്ന് പറഞ്ഞു. അങ്ങനെ അവൻ എഴുന്നേറ്റ് പോയി. യോനാഥാനോ പട്ടണത്തിലേക്ക് പോന്നു. ശമൂവേലിന്റെ 1-ാം പുസ്തകം 21-ാം അധ്യായം. ദാവീദ് നോബിൽ പുരോഹിതനായ അഹീമേലെക്കിന്റെ അടുക്കൽ ചെന്ന് അഹീമേലെക്ക് ദാവീദിനെ സംഭ്രമത്തോടെ എതിരേറ്റ് അവനോട്, ആരും കൂടെയില്ലാതെ തനിച്ചു വരുന്നത് എന്ത് എന്ന് ചോദിച്ചു. ദാവീദ് പുരോഹിതനായ അഹീമേലെക്കിനോട്, രാജാവ് എന്നെ ഒരു കാര്യം ഏൽപ്പിച്ചു. ഞാൻ നിന്നെ അയക്കുന്നതും നിന്നോട് കൽപ്പിക്കുന്നതുമായ കാര്യം ഒന്നും ആരും അറിയരുത് എന്ന് കൽപ്പിച്ചിരിക്കുന്നു. എൻ്റെ ബാല്യക്കാർ ഇന്ന സ്ഥലത്ത് വരണമെന്ന് ഞാൻ ചട്ടം കെട്ടിയിരിക്കുന്നു. ആകയാൽ നിന്റെ കൈവശം വല്ലതുമുണ്ടോ? 5 അപ്പം അല്ലെങ്കിൽ കൈവശമുള്ളത് എന്തെങ്കിലും എനിക്ക് തരയണം എന്ന് പറഞ്ഞു. അതിന് പുരോഹിതൻ ദാവീദിനോട്, വിശുദ്ധമായ അപ്പം അല്ലാതെ സാമാന്യമായത് കൈവശമില്ല. ബാല്യക്കാർ സ്ത്രീകളോട് അകന്നിരിക്കുന്നുവെങ്കിൽ തരാമെന്ന് പറഞ്ഞു. ദാവീദ് പുരോഹിതനോട്, ഈ 3 ദിവസമായി സ്ത്രീകൾ ഞങ്ങളോട് അകന്നിരിക്കുന്നു. ഇതൊരു സാമാന്യ യാത്രയെങ്കിലും ഞാൻ പുറപ്പെടുമ്പോൾ തന്നെ ബാല്യക്കാരുടെ യാത്രാ കോപ്പുകൾ ശുദ്ധമായിരുന്നു. ഇന്നോ അവരുടെ കോപ്പുകൾ എത്രയധികം ശുദ്ധമായിരിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ പുരോഹിതൻ അവന് വിശുദ്ധമായ അപ്പം കൊടുത്തു. അപ്പം മാറ്റുന്ന ദിവസം ചൂടുള്ള അപ്പം വയ്ക്കേണ്ടതിന് യഹോവയുടെ സന്നിധിയിൽ നിന്ന് നീക്കിയ കാഴ്ചയപ്പം അല്ലാതെ അവിടെ വേറെ അപ്പം ഇല്ലായിരുന്നു. എന്നാൽ അന്ന് ശൗലിന്റെ ഭൃത്യന്മാരിൽ ദോവേഗ് എന്നു പേരുള്ള ഒരു ഏദോമിനെ അവിടെ യഹോവയുടെ സന്നിധിയിൽ അടച്ചിട്ടിരുന്നു. അവൻ ശൗലിന്റെ ഇടയന്മാർക്ക് പ്രമാണിയായിരുന്നു. ദാവീദ് അഹീമേലെക്കിനോട്, ഇവിടെ നിന്റെ കൈവശം കുന്തമോ വാളോ ഉണ്ടോ? രാജാവിന്റെ കാര്യം തിടുക്കമായിരുന്നത് കൊണ്ട് ഞാൻ എൻ്റെ വാളും ആയുധങ്ങളും കൊണ്ടുപോകുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ പുരോഹിതൻ, ഏലാം താഴ്വരയിൽ വെച്ച് നീ കൊന്ന ഫെലിസ്തനായ ഗോല്യാത്തിന്റെ വാൾ ഏഫോദിന്റെ പുറകിൽ ഒരു ശീലയിൽ പൊതിഞ്ഞു വെച്ചിരിക്കുന്നു. അത് വേണമെങ്കിൽ എടുത്തുകൊള്ളുക, അതല്ലാതെ വേറെ ഒന്നുമില്ല എന്ന് പറഞ്ഞു. അതിന് തുല്യം മറ്റൊന്നില്ല, അതെനിക്ക് തരയണമെന്ന് ദാവീദ് പറഞ്ഞു. പിന്നെ ദാവീദ് പുറപ്പെട്ട് അന്ന് തന്നെ ശൗലിന്റെ നിമിത്തം ഗത്ത് രാജാവായ ആഖീഷിന്റെ അടുക്കൽ ചെന്നു. എന്നാൽ ആഖീഷിന്റെ ഭൃത്യന്മാർ അവനോട്, ഇവൻ ദേശത്തിലെ രാജാവായ ദാവീദല്ലയോ? ശൗൽ 1000 കൊന്നു, ദാവീദോ 10,000 എന്ന് നൃത്തങ്ങളിൽ ഗാനപ്രതിഗാനം ചെയ്തത് ഇവനെക്കുറിച്ചല്ലോ എന്ന് പറഞ്ഞു. ദാവീദ് ഈ വാക്കുകളെ മനസ്സിലാക്കിയിട്ട് ഗത്ത് രാജാവായ ആഖീഷിനെ ഏറ്റവും ഭയപ്പെട്ടു. അവരുടെ മുമ്പാകെ തൻ്റെ പ്രകൃതി മാറ്റി അവരുടെ കൈകളിൽ ഇരിക്കെ ബുദ്ധിഭ്രമം നടിച്ചു. വാതിലിന്റെ കതകുകളിൽ വരച്ച് താടിമേൽ തുപ്പൽ ഒലിപ്പിച്ചുകൊണ്ടിരുന്നു. ആഖീഷ് തൻ്റെ ഭൃത്യന്മാരോട്, ഈ മനുഷ്യൻ ഭ്രാന്തൻ എന്ന് നിങ്ങൾ കാണുന്നില്ലയോ? അവനെ എൻ്റെ അടുക്കൽ കൊണ്ടുവന്നത് എന്തിന്? എൻ്റെ മുമ്പാകെ ഭ്രാന്തി കളിപ്പാൻ ഇവനെ കൊണ്ടുവരേണ്ടതിന് എനിക്ക് ഇവിടെ ഭ്രാന്തന്മാർ കുറവുണ്ടോ? എൻ്റെ അരമനയിലോ ഇവൻ വരേണ്ടത് എന്നു പറഞ്ഞു. ശമൂവേലിന്റെ 1-ാം പുസ്തകം 22-ാം അധ്യായം.
അങ്ങനെ ദാവീദ് അവിടം വിട്ട് അദുല്ലാം ഗുഹയിലേക്ക് ഓടിപ്പോയി. അവന്റെ സഹോദരന്മാരും അവന്റെ പിതൃഭവനമൊക്കെയും അതു കേട്ട് അവന്റെ അടുക്കൽ ചെന്ന്, ഞെരുക്കമുള്ളവർ, കടമുള്ളവർ, സന്തുഷ്ടിയില്ലാത്തവർ എന്നീ വകക്കാരൊക്കെയും അവന്റെ അടുക്കൽ വന്നുകൂടി. അവൻ അവർക്ക് തലവനായി തീർന്നു. അവനോടുകൂടെ ഏകദേശം 400 പേർ ഉണ്ടായിരുന്നു. അനന്തരം ദാവീദ് അവിടം വിട്ട് മോവാബിലേക്ക് മിസ്പായിൽ ചെന്നു. മോവാബ് രാജാവിനോട്, ദൈവം എനിക്ക് വേണ്ടി എന്തു ചെയ്യും എന്നറിയുവോളം എൻ്റെ അപ്പനും അമ്മയും നിങ്ങളുടെ അടുക്കൽ വന്നു പാർപ്പാൻ അനുവദിക്കണമേ എന്നപേക്ഷിച്ചു. അവൻ അവരെ മോവാബ് രാജാവിന്റെ സന്നിധിയിൽ കൊണ്ടുചെന്നു. ദാവീദ് ദുർഗത്തിൽ താമസിച്ച കാലമൊക്കെയും അവർ അവിടെ പാർത്തു. എന്നാൽ ഗാദ് പ്രവാചകൻ ദാവീദിനോട്, ദുർഗത്തിൽ പാർക്കാതെ യഹൂദ ദേശത്തേക്ക് പൊയ്പോകൊള്ളുക എന്ന് പറഞ്ഞു. അപ്പോൾ ദാവീദ് പുറപ്പെട്ട് ഹേരത്ത് കാട്ടിൽ വന്നു. ദാവീദിനെയും കൂടെയുള്ളവരെയും കണ്ടിരിക്കുന്നുവെന്ന് ശൗൽ കേട്ടു. അന്ന് ശൗൽ കയ്യിൽ കുന്തവുമായി ഗിബയിലെ കുന്നിന്മേലുള്ള പിജുല വൃക്ഷത്തിൻ ചുവട്ടിൽ ഇരിക്കുകയായിരുന്നു. അവന്റെ ഭൃത്യന്മാർ എല്ലാവരും അവന്റെ ചുറ്റും നിന്നിരുന്നു. ശൗൽ ചുറ്റും നിൽക്കുന്ന തന്റെ ഭൃത്യന്മാരോട് പറഞ്ഞത്, ബെന്യാമീനരെ കേട്ടുകൊള്ളുവിൻ. ഇശായിയുടെ മകൻ നിങ്ങൾക്കൊക്കെയും നിലങ്ങളും മുന്തിരിത്തോട്ടങ്ങളും തന്ന് നിങ്ങളെ എല്ലാവരെയും സഹസ്രാധിപന്മാരും ശതാധിപന്മാരുമാക്കുമോ? നിങ്ങളെല്ലാവരും എനിക്ക് വിരോധമായി കൂട്ടുകെട്ടുണ്ടാക്കിയിരിക്കുന്നു. എൻ്റെ മകൻ ഇശായിയുടെ മകനോട് സഖ്യത ചെയ്തത് എന്നെ അറിയിപ്പാൻ ആരും ഉണ്ടായിരുന്നില്ല. എൻ്റെ മകൻ എൻ്റെ ദാസനെ ഇന്ന് എനിക്കായി പതിയിരിപ്പാൻ ഉത്സാഹിപ്പിച്ചിരിക്കുന്നതെങ്കിൽ മനസ്താപമുള്ളവരോ അതിനെക്കുറിച്ച് എനിക്ക് അറിവ് തരുന്നവരോ നിങ്ങളിൽ ആരും ഉണ്ടായിരുന്നില്ലല്ലോ. അപ്പോൾ ശൗലിന്റെ ഭൃത്യന്മാരുടെ കൂട്ടത്തിൽ നിന്നിരുന്ന ഏദോമ്യനായ ദോവേഗ് നോബിൽ അഹീദുവിന്റെ മകനായ അഹീമേലെക്കിന്റെ അടുക്കൽ ഇശായിയുടെ മകൻ വന്നത് ഞാൻ കണ്ടു. അവനു വേണ്ടി യഹോവയുടെ അരുളപ്പാട് ചോദിച്ചു. അവന് ഭക്ഷണ സാധനങ്ങളും ഫെലിസ്ത്യനായ ഗോല്യാത്തിന്റെ വാളും കൊടുത്തു എന്നുത്തരം പറഞ്ഞു. ഉടനെ രാജാവ് അഹീദുവിന്റെ മകനായ അഹീമേലെക്ക് പുരോഹിതനെയും അവന്റെ പിതൃഭവനക്കാരായ നോബിലെ സകല പുരോഹിതന്മാരെയും വിളിപ്പിച്ചു. അവർ എല്ലാവരും രാജാവിന്റെ അടുക്കൽ വന്നു. അപ്പോൾ ശൗൽ അഹീദൂബിന്റെ മകനെ കേൾക്ക എന്ന് കൽപ്പിച്ചു. തിരുമേനി, അടിയൻ എന്ന് അവൻ ഉത്തരം പറഞ്ഞു. ശൗൽ അവനോട്, ഇശായിയുടെ മകൻ ഇന്ന് എനിക്കായി പതിയിരിപ്പാൻ തുനിയത്തക്കവണ്ണം അവൻ അപ്പവും വാളും കൊടുക്കുകയും അവനു വേണ്ടി ദൈവത്തോട് ചോദിക്കുകയും ചെയ്തെന്നാൽ നീയും അവനും എനിക്ക് വിരോധമായി കൂട്ടുകൾ ഉണ്ടാക്കിയത് എന്ത് എന്ന് ചോദിച്ചു. അഹീമേലെക്ക് രാജാവിനോട്, തിരുമനസ്സിലെ സകല ഭൃത്യന്മാരിലും വെച്ച് ദാവീദിനോളം വിശ്വസ്തൻ ആരുള്ളൂ? അവൻ രാജാവിന്റെ മരുമകനും അവിടുത്തെ ആലോചനയിൽ ചേരുന്നവനും രാജധാനിയിൽ മാന്യനുമാകുന്നുവല്ലോ. അവനു വേണ്ടി ദൈവത്തോട് ചോദിപ്പാൻ ഞാൻ ഇപ്പോഴോ തുടങ്ങിയത്? അങ്ങനെയല്ല. രാജാവ് അടിയന്റെ മേലും അടിയന്റെ പിതൃഭവനത്തിന്മേലും കുറ്റമൊന്നും ചുമത്തരുതേ. അടിയൻ ഇതിലെങ്ങും യാതൊന്നും അറിഞ്ഞവനല്ല എന്നുത്തരം പറഞ്ഞു. അപ്പോൾ രാജാവ് അഹീമേലെക്ക്, നീ മരിക്കണം, നീയും നിന്റെ പിതൃഭവനമൊക്കെയും തന്നെ എന്ന് കൽപ്പിച്ചു. പിന്നെ രാജാവ് അരികെ നിൽക്കുന്ന അകമ്പടികളോട്, ചെന്ന് യഹോവയുടെ പുരോഹിതന്മാരെ കൊല്ലുവിൻ, അവരും ദാവീദിനോട് ചേർന്നിരിക്കുന്നു. അവൻ ഓടിപ്പോയത് അവർ അറിഞ്ഞിട്ടും എന്നെ അറിയിച്ചില്ലല്ലോ എന്ന് കൽപ്പിച്ചു. എന്നാൽ യഹോവയുടെ പുരോഹിതന്മാരെ കൊല്ലുവാൻ കൈ നീട്ടുന്നതിന് രാജാവിന്റെ ഭൃത്യന്മാർ തുനിഞ്ഞില്ല. അപ്പോൾ രാജാവ് ദോവേഗിനോട്, നീ ചെന്ന് പുരോഹിതന്മാരെ കൊല്ലുക എന്ന് കൽപ്പിച്ചു. ഏദോമ്യനായ ദോവേഗ് ചെന്ന് പുരോഹിതന്മാരെ വെട്ടി പഞ്ഞിനൂൽ കൊണ്ടുള്ള ഏഫോദ് ധരിച്ച 85 പേരെ അന്ന് കൊന്നുകളഞ്ഞു. പുരോഹിത നഗരമായ നോബിന്റെ പുരുഷന്മാർ, സ്ത്രീകൾ, ബാലന്മാർ, ശിശുക്കൾ, കാള, കഴുത, ആട് എന്നിങ്ങനെ അസകലം വാളിന്റെ വായ്ത്തലയാൽ അവൻ സംഹരിച്ചു കളഞ്ഞു. എന്നാൽ അഹീദൂബിന്റെ മകനായ അഹീമേലെക്കിന്റെ പുത്രന്മാരിൽ അബ്യാഥാർ എന്നൊരുത്തൻ തെറ്റിയൊഴിഞ്ഞ് ദാവീദിന്റെ അടുക്കൽ ഓടിപ്പോയി. ശൗൽ യഹോവയുടെ പുരോഹിതന്മാരെ കൊന്ന വിവരം അബ്യാഥാർ ദാവീദിനെ അറിയിച്ചു. ദാവീദ് അബ്യാഥാരിനോട്, ഏദോമ്യനായ ദോവേഗ് അവിടെ ഉണ്ടായിരുന്നു, അതുകൊണ്ട് അവൻ ശൗലിനോട് അറിയിക്കും എന്ന് ഞാൻ അന്ന് തന്നെ നിശ്ചയിച്ചു. നിന്റെ പിതൃഭവനത്തിനൊക്കെയും ഞാൻ മരണത്തിന് കാരണമായല്ലോ. എൻ്റെ അടുക്കൽ പാർക്ക, ഭയപ്പെടേണ്ട. എനിക്ക് ജീവഹാനി വരുത്തുവാൻ നോക്കുന്നവൻ നിനക്കും ജീവഹാനി വരുത്തുവാൻ നോക്കുന്നു. എങ്കിലും എൻ്റെ അടുക്കൽ നിനക്ക് നിർഭയവാസമുണ്ടാകും എന്ന് പറഞ്ഞു. ശമൂവേലിന്റെ 1-ാം പുസ്തകം 23-ാം അധ്യായം. അനന്തരം ഫെലിസ്ത്യർ കെയേലയുടെ നേരെ യുദ്ധം ചെയ്യുന്നുവെന്നും അവർ കളങ്ങളിൽ കവർച്ച ചെയ്യുന്നുവെന്നും ദാവീദിന് അറിവ് കിട്ടി. ദാവീദ് യഹോവയോട്, ഞാൻ ഈ ഫെലിസ്ത്യരെ ചെന്ന് തോൽപ്പിക്കണമോ എന്ന് ചോദിച്ചു. യഹോവ ദാവീദിനോട്, ചെന്ന് ഫെലിസ്ത്യരെ തോൽപ്പിച്ച് കെയീലയെ രക്ഷിച്ചുകൊള്ളുക എന്ന് കൽപ്പിച്ചു.
എന്നാൽ ദാവീദിന്റെ ആളുകൾ അവനോട്, നാം ഇവിടെ യഹൂദയിൽ തന്നെ ഭയപ്പെട്ടു പാർക്കുന്നുവല്ലോ, പിന്നെ കെയീലയിൽ ഫെലിസ്ത്യരുടെ സൈന്യത്തിന് നേരെ എങ്ങനെ ചെല്ലും എന്ന് പറഞ്ഞു. ദാവീദ് വീണ്ടും യഹോവയോട് ചോദിച്ചു. യഹോവ അവനോട്, എഴുന്നേറ്റു കെയീലയിലേക്ക് ചെല്ലുക, ഞാൻ ഫെലിസ്ത്യരെ നിന്റെ കയ്യിൽ ഏൽപ്പിക്കും എന്നരുളി ചെയ്തു. അങ്ങനെ ദാവീദും അവന്റെ ആളുകളും കെയീലയിലേക്ക് പോയി ഫെലിസ്ത്യരോട് പൊരുതു അവരുടെ ആടുമാടുകളെ അപഹരിച്ച് അവരെ കഠിനമായി തോൽപ്പിച്ചു കെയീല നിവാസികളെ രക്ഷിച്ചു. അഹീമേലെക്കിന്റെ മകനായ അബ്യാഥാർ കെയീലയിൽ ദാവീദിന്റെ അടുക്കൽ ഓടി വന്നപ്പോൾ കൈവശം ഏഫോദ് കൂടെ കൊണ്ടുവന്നിരുന്നു. ദാവീദ് കെയീലയിൽ വന്നിരിക്കുന്നു എന്ന് ശൗലിന് അറിവ് കിട്ടി. ദൈവം അവനെ എൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു. വാതിലും ഓടാമ്പലുമുള്ള പട്ടണത്തിൽ കടന്നിരിക്കൊണ്ട് അവൻ കുടുങ്ങിയിരിക്കുന്നുവെന്ന് ശൗൽ പറഞ്ഞു. പിന്നെ ശൗൽ ദാവീദിനെയും അവൻ്റെ ആളുകളെയും വളയേണ്ടതിന് കെയീലയിലേക്ക് പോകുവാൻ സകല ജനത്തെയും യുദ്ധത്തിന് വിളിച്ചുകൂട്ടി. ശൗൽ തൻ്റെ നേരെ ദോഷം ആലോചിക്കുന്നു എന്ന് ദാവീദ് അറിഞ്ഞപ്പോൾ പുരോഹിതനായ അബ്യാഥാരിനോട്, ഏഫോദ് ഇവിടെ കൊണ്ടുവരിക എന്ന് പറഞ്ഞു. പിന്നെ ദാവീദ്, ഇസ്രായേലിന്റെ ദൈവമായ യഹോവേ, ശൗൽ കെയീലയിലേക്ക് വന്ന് എൻ്റെ നിമിത്തം ഈ പട്ടണം നശിപ്പിപ്പാൻ പോകുന്നു എന്ന് അടിയൻ കേട്ടിരിക്കുന്നു. കെയീല പൗരന്മാർ എന്നെ അവൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുക്കുമോ? അടിയൻ കേട്ടിരിക്കുന്നത് പോലെ ശൗൽ വരുമോ? ഇസ്രായേലിന്റെ ദൈവമായ യഹോവേ, അടിയനെ അറിയിക്കണമേ എന്ന് പറഞ്ഞു. അവൻ വരും എന്ന് യഹോവ അരുളി ചെയ്തു. ദാവീദ് പിന്നെയും, കെയീല പൗരന്മാർ എന്നെയും എൻ്റെ ആളുകളെയും ശൗലിന്റെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുക്കുമോ എന്ന് ചോദിച്ചു. അവർ ഏൽപ്പിച്ചു കൊടുക്കും എന്ന് യഹോവ അരുളി ചെയ്തു. അപ്പോൾ ദാവീദും 600 പേരോളമുള്ള അവൻ്റെ ആളുകളും കെയീലയെ വിട്ട് പുറപ്പെട്ട് തരം കണ്ടയിടത്ത് സഞ്ചരിച്ചു. ദാവീദ് കെയീല വിട്ട് ഓടിപ്പോയി എന്ന് ശൗൽ അറിഞ്ഞപ്പോൾ അവൻ യാത്ര നിർത്തിവെച്ചു. ദാവീദ് മരുഭൂമിയിലെ ദുർഗങ്ങളിൽ താമസിച്ചു. സീഫ് മരുഭൂമിയിലെ മലനാട്ടിൽ പാർത്തു. ഇക്കാലത്തൊക്കെയും ശൗൽ അവനെ തിരഞ്ഞുകൊണ്ടിരുന്നു. എങ്കിലും ദൈവം അവനെ അവൻ്റെ കയ്യിൽ ഏൽപ്പിച്ചില്ല. തൻ്റെ ജീവനെ തേടി ശൗൽ പുറപ്പെട്ടിരിക്കുന്നുവെന്ന് ദാവീദ് കണ്ടു. അന്ന് ദാവീദ് സീഫ് മരുഭൂമിയിലെ ഒരു കാട്ടിൽ ആയിരുന്നു. അനന്തരം ശൗലിന്റെ മകനായ യോനാഥാൻ പുറപ്പെട്ട ആ കാട്ടിൽ ദാവീദിന്റെ അടുക്കൽ ചെന്ന് അവനെ ദൈവത്തിൽ ധൈര്യപ്പെടുത്തി അവനോട്, ഭയപ്പെടേണ്ട, എൻ്റെ അപ്പനായി ശൗലിന് നിന്നെ പിടികിട്ടുകയില്ല. നീ ഇസ്രായേലിന് രാജാവാകും. അന്ന് ഞാൻ നിനക്ക് രണ്ടാമനുമായിരിക്കും. അതെൻ്റെ അപ്പനായ ശൗലും അറിയുന്നു എന്ന് പറഞ്ഞു. ഇങ്ങനെ അവർ തമ്മിൽ യഹോവയുടെ സന്നിധിയിൽ ഉടമ്പടി ചെയ്തു. ദാവീദ് കാട്ടിൽ താമസിക്കുകയും യോനാഥാൻ വീട്ടിലേക്ക് പോകുകയും ചെയ്തു. അനന്തരം സീഫ്യർ ഗിബയിൽ ശൗലിന്റെ അടുക്കൽ വന്നു. ദാവീദ് ഞങ്ങളുടെ സമീപം മരുഭൂമിക്ക് തെക്കുള്ള ഹഗീല മലയിലെ വനദുർഗത്തിൽ ഒളിച്ചിരിക്കുന്നു. ആകയാൽ രാജാവേ, തിരുമനസ്സിലെ ആഗ്രഹം പോലെ വന്നുകൊള്ളേണം. അവനെ രാജാവിന്റെ കയ്യിൽ ഏൽപ്പിച്ചു തരുന്ന കാര്യം ഞങ്ങൾ ഏറ്റിരിക്കുന്നു എന്ന് പറഞ്ഞു. അതിന് ശൗൽ പറഞ്ഞത്, നിങ്ങൾക്ക് എന്നോട് മനസ്സലിവ് തോന്നിയിരിക്കൊണ്ട് നിങ്ങൾ യഹോവയാൽ അനുഗ്രഹിക്കപ്പെട്ടവർ. നിങ്ങൾ പോയി ഇനിയും സൂക്ഷ്മമായി അന്വേഷിച്ച് അവന്റെ സഞ്ചാരം എവിടെയൊക്കെ ആകുന്നു എന്നും അവിടങ്ങളിൽ അവനെ കണ്ടവർ ആരെല്ലാമെന്നും അറിഞ്ഞുകൊള്ളുവിൻ. അവൻ വലിയ ഉപായിയാകുന്നു എന്ന് ഞാൻ കേട്ടിരിക്കുന്നു. ആകയാൽ അവൻ ഒളിച്ചിരിക്കുന്ന ഒളിപ്പിടങ്ങളെല്ലാം കണ്ടറിഞ്ഞു വന്ന് സൂക്ഷ്മ വിവരം എന്നെ അറിയിപ്പിൻ. ഞാൻ നിങ്ങളോട് കൂടെ പോരും. അവൻ ദേശത്ത് എങ്ങാനും ഉണ്ടെന്ന് വരികിൽ ഞാൻ അവനെ യഹൂദ സഹസ്രങ്ങളിലൊക്കെയും അന്വേഷിച്ചു പിടിക്കും. അങ്ങനെ അവർ പുറപ്പെട്ട് ശൗലിനും മുമ്പേ സീഫിലേക്ക് പോയി. എന്നാൽ ദാവീദും അവൻ്റെ ആളുകളും മരുഭൂമിയുടെ തെക്കേ അരാബയിലെ മാവോൻ മരുവിൽ ആയിരുന്നു. ശൗലും അവൻ്റെ പടജനവും അവനെ തിരയുവാൻ പുറപ്പെട്ടു. അത് ദാവീദിന് അറിവ് കിട്ടിയപ്പോൾ അവൻ മാവോൻ മരുഭൂമിയിലെ സേലയിൽ ചെന്ന് താമസിച്ചു. ശൗൽ അത് കേട്ടപ്പോൾ മാവോൻ മരുവിൽ ദാവീദിനെ പിന്തുടർന്നു. ശൗൽ പർവ്വതത്തിന്റെ ഇപ്പുറത്തും ദാവീദ് ആളുകളും പർവ്വതത്തിന്റെ അപ്പുറത്തും കൂടി നടന്നു. ശൗലിനെ ഒഴിഞ്ഞു പോകുവാൻ ദാവീദ് ബന്ധപ്പെട്ടു. ശൗലും പടജനവും ദാവീദിനെയും അവന്റെ ആളുകളെയും വളഞ്ഞു പിടിപ്പാൻ അടുത്തു. അപ്പോൾ ശൗലിന്റെ അടുക്കൽ ഒരു ദൂതൻ വന്നു. ക്ഷണം വരേണം, ഫിലിസ്ത്യർ ദേശത്തെ ആക്രമിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ഉടനെ ശൗൽ ദാവീദിനെ പിന്തുടരുന്നത് വിട്ട് ഫിലിസ്ത്യരുടെ നേരെ പോയി. ആകയാൽ ആ സ്ഥലത്തിന് സേല ഹമ്മേഹ്ലേക്കോത്ത് എന്ന് പേരായി. ദാവീദോ അവിടം വിട്ടു കയറിപ്പോയി ഏൻഗദിയിലെ ദുർഗങ്ങളിൽ ചെന്ന് പാർത്തു.